നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഏതെങ്കിലും കടയിൽ പോയി QR കോഡ് സ്കാൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പൈസ അയക്കുമ്പോഴോ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക, അതുപോലെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവുക, പണമിടപാട് നടക്കുമ്പോൾ നെറ്റ്വർക്ക് കുറവാണെങ്കിൽ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്, ബാങ്ക് സെർവർ ഡൗൺ ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേർ ഇപ്പോഴും മൊബൈൽ ആപ്പ് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം 1000 രൂപ വരെയുള്ള ഇടപാടുകൾക്ക് UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ ഇപ്പോൾ പൈസ അയക്കാൻ പറ്റും. വളരെ എളുപ്പത്തിലും വേഗത്തിലും, നെറ്റ്വർക്കിന് സ്ലോ ആയിരുന്നാലും ഇനി ബാങ്ക് സെർവർ ഡൗൺ ആയിരുന്നാലും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ഫോൺ പേ ആപ്ലിക്കേഷനകത്തുള്ള ഒരു സംവിധാനമാണ് UPI ലൈറ്റ് എന്ന് പറയുന്നത്. ഫോൺ പേ ആപ്പ് ഉപയോഗിക്കുന്ന ഒരുപാട് പേർ UPI ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും എങ്ങനെയാണ് UPI ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അതുപോലെ അതെങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാത്തവർ ഇപ്പോഴുമുണ്ട്. ഇത്തരത്തിൽ ആക്ടിവേറ്റ് ചെയ്ത് പൈസ നമ്മൾ ഉപയോഗിക്കുന്ന പൈസയിൽ ബാക്കിയുള്ളത് തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ട് UPI ലൈറ്റ് ഉപയോഗിക്കാത്തവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഫോൺ പേ ആപ്ലിക്കേഷനിൽ UPI ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് UPI ലൈറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമായി അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോൺ പേ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇതുപോലെയാണ് ഓപ്പണായി വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പഴയ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് UPI ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എങ്ങനെയാണ് UPI ലൈറ്റ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ആദ്യം നമുക്ക് UPI ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഓൾറെഡി നമ്മൾ UPI ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളവർക്കായിരുന്നാലും നമുക്ക് ഇതുപോലെ തന്നെയാണ് നോക്കേണ്ടത്. നമുക്കിവിടെ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് UPI ലൈറ്റിൻ്റെ ബാലൻസ് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണും. അപ്പോൾ നമ്മൾ ഇതുവരെയും UPI ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മളിതാ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് UPI ലൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ലോ ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ പൈസ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ UPI ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഈ UPI ലൈറ്റിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് 2000 രൂപയാണ്. അപ്പോൾ മാക്സിമം എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ 2000 രൂപ. നമ്മളിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് UPI ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും UPI ലൈറ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റിലേക്ക് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് പൈസ അയക്കാൻ ബാങ്ക് സെർവറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള 2000 രൂപയാണ് നമ്മൾ ഈ UPI ലൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കാനറ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബാങ്ക് ആണെങ്കിൽ ആ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ചില ബാങ്കുകൾ UPI ലൈറ്റ് പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന ബാങ്ക് ഇപ്പോഴും ഫോൺ പേക്കകത്ത് UPI ലൈറ്റ് പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം, ചില ബാങ്കുകളാണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു സംവിധാനം ചിലപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ കാനറ ബാങ്കിൽ നിന്നും ആണ് ഞാൻ 2000 രൂപ UPI ലൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആഡ് 2000 എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, ആദ്യമായിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ 2000 രൂപ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 100 രൂപയൊക്കെ നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ഇവിടെ UPI ലൈറ്റിലേക്ക് ആഡായി. കണ്ടോ, ടോപ്പ് അപ്പ് സക്സസ്ഫുൾ UPI ലൈറ്റ് 2000 എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് നോക്കുന്നതിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 100 രൂപയൊക്കെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. എപ്പോൾ വേണമെങ്കിലും ഈ പൈസ നമുക്ക് തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനും ഇപ്പോൾ ഈ ഫോൺ പേ ആപ്ലിക്കേഷനകത്ത് സാധിക്കും. അതുകൊണ്ട് നമ്മളിത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇനി നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമുക്ക് ആ പൈസ എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് തീർക്കാം. ഒരു കടയിൽ പോയി ഒരു ചായ കുടിച്ചതിന് ശേഷം QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ നമുക്ക് ആ പൈസ ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി UPI ലൈറ്റ് ആക്ടിവേറ്റ് ആയി ഡൺ കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ചെക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് UPI ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ
രൂപ കറണ്ട് ബാലൻസ് എന്ന് കാണിക്കും. നമ്മൾ ഏതെങ്കിലും പൈസ ആർക്കെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്നുള്ളതിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്, മിനി സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും കാണാം. ഇനി മറ്റൊരാൾക്ക് എങ്ങനെയാണ് UPI ലൈറ്റ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്കിവിടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇനി ആർക്കാണോ പൈസ അയക്കേണ്ടത് അവരുടെ ഫോൺ നമ്മൾ ഓൺ ചെയ്യുക. അതിലുള്ള ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പം ഞാനിവിടെ മറ്റൊരു ഫോണിലെ ഗൂഗിൾ പേ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ QR കോഡ് ഇത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനി നമ്മൾ ഇവിടെ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, നമുക്ക് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണിക്കും. കണ്ടോ, അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തു. ഇനി അയക്കുകയാണ്. അപ്പോൾ എത്ര എമൗണ്ട് ആണ് അയക്കേണ്ടത്? നമ്മൾ സാധാരണ ഒരാൾക്ക് എങ്ങനെയാണോ പൈസ അയക്കുന്നത് അതേപോലെ തന്നെ സ്കാൻ ചെയ്യുന്നു. നമ്മളിവിടെ 100 രൂപ എന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ 2000 രൂപയാണ് വാലറ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചത്. അതിൽ നിന്നാണ് ഈ 100 രൂപ അയക്കുന്നത്. അപ്പോൾ നമ്മൾ 100 രൂപ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് ടു പേ കൊടുത്തു. അതിനുശേഷം ഇവിടെ കണ്ടോ UPI ലൈറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമുക്ക് ഈ UPI ലൈറ്റ് മാറ്റിയിട്ട് വലിയ എമൗണ്ട് 1000 രൂപയിൽ കൂടുതലുള്ള എമൗണ്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ കാണിക്കും. അത് സെലക്ട് ചെയ്ത് അയക്കാം. ഇനി നമുക്ക് UPI ലൈറ്റ് തന്നെ അയക്കേണ്ട, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് UPI ലൈറ്റിലെ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ 2000 രൂപ ബാലൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ UPI ലൈറ്റ് സെലക്ട് ആയി വരും. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. UPI ലൈറ്റ് സെലക്ട് ആയി വന്നിട്ടുണ്ടെങ്കിൽ പേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ താഴെ പേ 100 എന്ന് പറഞ്ഞ് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. കണ്ടോ, UPI ലൈറ്റ് പിൻ നമ്പർ ഒന്നും ടൈപ്പ് ചെയ്യാതെ മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. എത്ര സിമ്പിൾ ആണെന്ന് നോക്കി. നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ കടയിലുള്ള QR കോഡ് സ്കാൻ ചെയ്യുക. അതിനുശേഷം ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് പേ കൊടുക്കുമ്പോൾ തന്നെ പേയ്മെന്റ് പോയി കഴിഞ്ഞു. UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസ അക്കൗണ്ടിലുള്ള പൈസ പോകുന്നത്. നമ്മൾ അക്കൗണ്ടിൽ നിന്നും UPI ലൈറ്റിലേക്ക് 2000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. അതിൽ നിന്നാണ് ഈ 100 രൂപ അയക്കുന്നത്. അപ്പോൾ ഇനി ബാങ്ക് സെർവറുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാതെയാണ് നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. നമുക്ക് ഇതിനെ നമുക്ക് മറ്റൊരാൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ വ്യൂ ഡീറ്റെയിൽ നോക്കിയാൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പേടിക്കേണ്ടതില്ല. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഇവിടെ UPI ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1900 രൂപയുള്ളൂ. നമുക്ക് ഇതിനെ നമുക്ക് ടോപ്പ് അപ്പ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീണ്ടും 100 രൂപ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് സെറ്റ് ഓട്ടോ ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പൈസ തീരുമ്പോൾ, അതായത് ബാലൻസ് ഒരു 500 രൂപയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ആഡ് ആവാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഓട്ടോ സെറ്റപ്പ് പേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 2000 രൂപ എപ്പോഴും ലെവലായി നിൽക്കും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പും നമുക്ക് ഈ ഓട്ടോ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി എല്ലാം പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കുമ്പോൾ കാണാൻ പറ്റും. ആദ്യം 2000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു, അതിനുശേഷം 100 രൂപ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഈ ഡീറ്റെയിൽ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ കടയിലൊക്കെ പോയിട്ട് നമ്മൾ UPI പിൻ നമ്പർ മറന്നു പോവുക, അല്ലെങ്കിൽ നെറ്റ് സ്ലോ ആവുക, അല്ലെങ്കിൽ ബാങ്ക് ഡൗൺ ആവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യങ്ങളും പേടിക്കേണ്ടതില്ല. നമുക്ക് ഇതുപോലെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. നമുക്കതിൻ്റെ ആ ബെനിഫിറ്റ് മനസ്സിലാവും. അതായത് വളരെ സമയം ലാഭിക്കാൻ പറ്റും. മറ്റുള്ള ആൾക്കാർ UPI പിൻ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് പൈസ അയക്കുന്ന സമയത്ത് നമ്മൾ വളരെ ക്വിക്കായിട്ട് പൈസ അയച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല. ഇനി നമുക്കിതെങ്ങനെ പൈസ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നോക്കാം. ഒന്നേ നമ്മൾ ഈ 2000 രൂപ എപ്പോഴും ഉപയോഗിച്ച് തീർക്കുക. അപ്പോൾ നമുക്ക് ആ പൈസ അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. അല്ല എങ്കിൽ നമുക്കിതിനെ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ പലരും ചോദിക്കുന്നുണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ UPI ലൈറ്റ് ഇവിടെ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എൻ്റെ UPI ലൈറ്റ് ബാലൻസ് പിൻവലിക്കാനാകുമോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേ, നിങ്ങൾക്ക് നിങ്ങളുടെ UPI ലൈറ്റ് ബാലൻസ് എപ്പോൾ വേണമെങ്കിലും യാതൊരു നിരക്കും കൂടാതെ പിൻവലിക്കാം. എന്നിരുന്നാലും അങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ UPI ലൈറ്റ് അടയ്ക്കേണ്ടതുണ്ട്. അത്രയേ ഉള്ളൂ. അതായത് UPI ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്കത് എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഇത് ക്ലോസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം
ഫോൺ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് അത് എന്തെങ്കിലും സംശയമുണ്ട്, ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാനേജ് UPI പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് UPI ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലാണ് UPI ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരാൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ UPI ലൈറ്റ് ഉപയോഗിക്കുന്നില്ല, വീണ്ടും UPI പിൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.